അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന്. ചമ്പത് റായിയുടെ രാജി ഉൾപ്പെടെ യോഗം അംഗീകരിച്ചേക്കും. അതേസമയം ചമ്പത് റായിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. സ്വർണ്ണത്തിൽ തീർത്ത 151 കിലോ തൂക്കം വരുന്ന രാമചരിതമാനസ് ഗ്രന്ഥവും കൊള്ളയടിക്കപ്പെട്ടെന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറി മൊഴി നൽകി. ക്ഷേത്രക്കൊള്ളയിൽ RSS BJP നേതൃത്വം വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന് ചേരുന്നത്. ട്രസ്റ്റ് പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ട്രസ്റ്റിന് മുന്നിലുണ്ട്. ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. ചമ്പത് റായിയും അനിൽ മിശ്രയും നൽകിയ രാജിയും ഇന്നത്തെ യോഗത്തിന് മുന്നിൽ വരും. 2 അംഗങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇരുവരുടെയും രാജി സ്വീകരിക്കൂ. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് VHP പുതിയ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. VHPയുടെ ദേശീയ അന്തർദേശീയ ജനറൽ സെക്രട്ടറി ബജ്രംഗ് ലാൽ ബാഗ്ഡയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം ചമ്പത് റായ്ക്ക് ഇരട്ടി പ്രഹരവുമായി മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണന്റെ മൊഴിയും പുറത്തുവന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ 2024 ഏപ്രിലിൽ അയോധ്യ ക്ഷേത്രത്തിൽ 151 കിലോ തൂക്കം വരുന്ന സ്വർണത്തിൽ തീർത്ത രാമചരിതമാനസ് ഗ്രന്ഥം വഴിപാടായി നൽകിയെന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊരു വിവരമില്ലെന്നും നേരിട്ട് വാങ്ങിയ ചമ്പത് റായ് ഒരു രസീത് പോലും നൽകിയില്ലെന്നുമാണ് മൊഴി. ഇക്കാര്യം SITക്കടക്കം ലക്ഷ്മി നാരായണൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൈരളി ന്യൂസ്, ദില്ലി.